ഹലോ ഡോക്ടർ. ആ കണ്ണന്റെ ഭാര്യ അവിടെ തിരിച്ചെത്തിയോ? എത്തി. അയാൾ അവിടെ വന്നായിരുന്നോ? കഴിഞ്ഞ 1-2 മണിക്കൂറായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഞാനൊരു മരുന്ന് കണ്ണന്റെ ഭാര്യയുടെ കൈവശം കൊടുത്തു വിട്ടിട്ടുണ്ട്. മടികൂടാതെ അത് കഴിക്കണം. തന്നെ എങ്ങനെയെങ്കിലും എഴുന്നേൽപ്പിച്ച് നടത്തണമെന്ന വാശിയില്ല തന്റെ ഭാര്യ. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ആ കുട്ടി തയ്യാറാണെന്ന് കുട്ടിയുടെ സംസാരത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. ഭർത്താവിനെ ഇത്രയധികം സ്നേഹിക്കുന്ന പെൺകുട്ടികളെ ഞാനധികം കണ്ടിട്ടില്ല, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത്. തന്നെ എഴുന്നേൽപ്പിച്ച് നടത്തുക എന്നത് ഒരു തപസ്സായി എടുത്തിരിക്കുക ആ കുട്ടി. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് കണ്ണൻ മെഡിസിനുമായി സഹകരിക്കണമെന്ന്. ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോ അയാളെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ മടങ്ങി വന്നപ്പോ ഞാൻ അയാളെ വഴക്കു പറയുകയും ചെയ്തു. അയ്യോ, അത് വലിയ കഷ്ടമായി പോയല്ലോ കണ്ണ. ജീവിതത്തിൽ ഇങ്ങനെയുള്ള പെൺകുട്ടികളെ ഭാര്യയായി കിട്ടാൻ വലിയ പാടാടോ. അവൾ ഹൃദയം കൊണ്ടാ തന്നെ സ്നേഹിക്കുന്നത്. അത് കലർപ്പില്ലാത്ത സ്നേഹമാണ്. ആ സ്നേഹം തിരിച്ചറിയാൻ കഴിയുന്നെങ്കിൽ അവൾ പ്രാർത്ഥനയോടെ തരുന്ന മരുന്നുകൾ താൻ സേവിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എനിക്കറിയാം ഡോക്ടറെ, ഞാൻ അതൊക്കെ അനുസരിച്ചോളാം. എന്നാ പിന്നെ ആ കുട്ടി അടുത്തേക്ക് വരുമ്പോ ഇനി ഒരു ദുരഭിമാനവും മനസ്സ് വെക്കാതെ സോറി പറഞ്ഞു. പേരിൽ മാത്രമല്ല, സ്വഭാവത്തിലും അയാളൊരു മഹാലക്ഷ്മിയാണോ. കാണാം കേട്ടോ, വിളിക്കാം. ഓക്കെ ഡോക്ടർ. തോമസ് വൈദ്യരിപ്പോൾ വിളിച്ചായിരുന്നു. താൻ വൈകാനുണ്ടായ കാരണവും പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, തന്നെ കിട്ടാതെ വന്നുകൊണ്ടാണ് ഞാൻ.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.